തികച്ചും കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ പുതിയ അതിൻ്റെ ഭേദഗതി എന്ന പേരിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സമഗ്രമായ ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ്. ഈ വഖഫ് ചെയ്യുക, അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ്. അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം 2013 ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു. മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിൽ എതിർക്കും. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക. അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇത് ഞങ്ങൾ പറഞ്ഞത് ഇത് വിശ്വാസപരമായൊരു കാര്യമാണ്. കാരണം ഒരു ദൈവമാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന അതിന് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുകൊണ്ട് തങ്ങൾ പറഞ്ഞത്. അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർക്കുന്നത്. അതുതന്നെയാണ് നിലപാട്, അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട്. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതല്ല. കേരളത്തെക്കാളും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല, മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരു നിയമം കൊണ്ടുവന്നാൽ എല്ലാവർക്കും ബാധകമാണ്. നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും. ഇപ്പം തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ വലിയ പരാതിയിലാണ്. അവരുടെ ജീവനും സ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ല എന്ന പരാതി അവർക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും. അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല. ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു ഭേദഗതിയിലൂടെ വേറെ ആരതും പിടിച്ചെടുക്കാം. വിശ്വാസത്തിൽ ഇടപെടലാണ് ഈ നടക്കുന്നത്. അത് ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഖശിഖാന്തം എതിർക്കുന്നത്. അത് തന്നെയാണ് അതിലെ സ്റ്റാൻഡ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്നെ പറയുന്നുണ്ടല്ലോ, ടോട്ടലായിട്ട് ഞങ്ങൾ പിന്നെ ഈ ബില്ലിനെ എതിർക്കുന്നില്ല എന്ന് അവരെന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇത് പിന്നെ വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണിത്. കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസത്തിൽ ഇടപാടുള്ള ഒരു ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ വഖഫിനെ പിടിക്കാൻ കാരണം ഇത്രയും കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ്. അതെ, വഖഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെയായിരിക്കാം അവരുടെ ലക്ഷ്യം. കോൺഗ്രസുമായി ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ. ഇന്നും അവർ 12 മണിക്ക് ചർച്ച തുടങ്ങുന്നതിന് മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ്. കാരണം ഈ വഖഫ് ബില്ല് ഒരു
ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അതിൽ വരുന്നുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുനമ്പത്തുള്ള വിഷയമായിരിക്കും. മുനമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കേണ്ട, അത് രമ്യമായി പരിഹരിക്കണം അല്ലേ? വഖഫിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഭൂമിക്കോ അതിന് വസ്തുതയ്ക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെന്റിലേക്ക് പോവുകയാണ്. അതെ. പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻറ് മുൻകൈയെടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലർ ചെയ്തതാണ്. മതമേലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല ആൾക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും. ഇത് നല്ല ആൾക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡ്. അങ്ങനെ തന്നെയാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ളത്. അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ പിന്നെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പലജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണിത്. അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഗശികാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും. ഭീഷണിയുടെ സമീപനമുണ്ട്. ചില എം പിമാരുടെ ഇന്നലെയൊക്കെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് ഇവിടെ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിർപ്പ് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്നതാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രത്യേകം പ്രശ്നം മാത്രം മനസ്സിൽ വരണ്ട. കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോകും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. ഇത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ. മുൻപം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇത് അതിമ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രചരണം നടത്തുന്നത് BJPയുടെ ഒരു ആംഗിളാണ്. ആ ആംഗിളിൻ്റെ കൂടെ സ്വാഭാവികമായും മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇടതുപക്ഷമായാലും UDF ആയാലും ബില്ലിനെ എതിർക്കുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. വഖഫ് നിയമം ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും ഭൂമി, ഞാൻ ചോദിക്കട്ടെ, രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളാരെങ്കിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. അത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയൊരു പ്രശ്നമാണ്. പ്രശ്നം ഉണ്ടാക്കിയവരും തന്നെ പിന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ, തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ. ഇതിലൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം, അല്ല വേറൊന്നുമില്ല. ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു. തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ. അല്ലാതൊന്നുമല്ല. ഞങ്ങളൊക്കെ വഖഫ് കൈകാര്യം ചെയ്തപ്പോൾ മുനമ്പം സമരം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ഉണ്ടായത്. അതൊരു കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിഷയമാണ്.
അത് അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ഒരു കമ്മീഷനാണ്. അവർ ക്യാബിനറ്റ് കൊണ്ടുപോയി പാസ്സാക്കി ഒക്കെ പോയിട്ട് നിർബന്ധമായിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാതെ ഇരിക്കുന്നതും അവർ തന്നെ, അതാണ് കൊണ്ട് നടക്കുന്നതും എന്ന് പറഞ്ഞ പോലെ. വന്നപ്പോഴേ ഇപ്പൊ KCBC-യുടെ ഒരു നിലപാടൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് കൂടുതൽ UDF പ്രതിരോധത്തിലാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നുണ്ട്. അതിൽ LDF-ന്റെ ഒരു തീരുമാനം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സമീപനം ഉണ്ടോ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ആ കമ്മീഷനെ വെച്ചത്. മറ്റേ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ പ്രശ്നം പൊന്തി വന്നത്. അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം. രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് കൂടിയാലോചനയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയം തീർക്കാതെ വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് അത് കോടതിയിൽ പോയി. അതിൽ കോടതിയിലോട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ്, കൂടിയാലോചനയിലൂടെ തീർക്കാവുന്ന ഒരു വിഷയമാണ് ഈ സ്ഥിതിയിലെത്തിച്ചത്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു നിയമം, ഒക്കപ്പ് നിയമം, ആ നിയമത്തിന് ആ നിയമം തന്നെ വേണ്ടെന്ന് പറയുന്നത് എത്തിയ വിഷയം. അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത്, വിശ്വാസപരമായ കാര്യങ്ങളിൽ BJP ഗവൺമെൻറ് ഇടപെടുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ മതേതര കക്ഷികളും സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് നിയമത്തെ എതിർത്ത്. മുൻപ് വിഷയത്തിനോട് അവരെ പ്രശ്നത്തിനോട് ഒരു എതിർപ്പും ആർക്കുമില്ല. ഇപ്പോഴും അനുഭവം തന്നെയാണ്. നാളെ ഗവൺമെൻറ് അത് തീരുമാനിച്ചാലും അതിനെ എതിർക്കില്ല. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു നിലപാട്. ഈ മുനമ്പം വിഷയം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി LDF സർക്കാർ എന്ന് പറഞ്ഞു. സ്വാഭാവിക അതല്ലേ BJP-ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അമേരിക്കയൊക്കെ കൈവച്ചിട്ട്. അപ്പോൾ അവർ തമ്മിൽ അത്തരത്തിലൊരു ധാരണ ഉണ്ടോ UDF-നെ കുറിച്ച്? അതാ പറഞ്ഞത്, പലവിധ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. ഉണ്ടാവും. അതല്ല, അതിപ്പോൾ നമ്മൾ ഇനി റിസർച്ച് ചെയ്ത് നോക്കാം എന്തിനായിരുന്നു ഇപ്പോൾ ഈ കളിയൊക്കെ കളിച്ചതുള്ളത്. ഏതായാലും ഇന്നത്തെ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. മുൻപത്തെ പ്രശ്നം വരുമ്പോൾ അവിടെ പോയി സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണൽ വിഭജനം ഉണ്ടാവാതെ പോകുന്ന സാഹചര്യത്തിൽ അതിലും ഇടപെട്ട് ഒരു ഇതിൻ്റെ പേരില്ലേ, ഇപ്പം മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവ മേധാവികളും മുസ്ലിം സംഘടനകളൊക്കെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മുനമ്പം വിഷയം പ്രത്യേകമായിട്ടൊരു വിഷയമാണ്. അതിന് പ്രത്യേകമായിട്ടൊരു രീതിയിൽ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടിനെയും വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുൻനിർത്തി അതിനെ പരിഹരിക്കണമെന്നാണ്. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ്. അവിടെ കുടിയിറക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, അതിന് ഞങ്ങൾക്ക് അനുകൂലിക്കുന്നുമില്ല. അവിടെ 19 കുടുംബങ്ങളുണ്ട്, അവരെ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതിനെ ഗവൺമെൻറ്റാണ് അതിനെ രമ്യമായിട്ട് പരിഹരിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ കേരളീയ പൗരന്മാരാണല്ലോ അവർ. അപ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അത് ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യണം. അതിന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവും. ഇത്തരം ഈ ഭേദഗതിയുടെ ആവശ്യകതയെ കുറിച്ച് പറയുന്നിടത്ത് BJP ആവർത്തിക്കുന്ന ഒരു കാര്യം, ഈ വഖഫ് ബോർഡ് സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലത്തും പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലത്തും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇത്തരം അവകാശവാദങ്ങളെ തടയുന്നതുകൂടിയാണ് ലക്ഷ്യമെന്നാണ് അതിപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ വന്നതല്ലേ. ഈ വിഷയം ക്യാമ്പയിൻ ഇപ്പോൾ കിട്ടിയത് ഇതിന് മുമ്പേ വന്നതാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ്. ഇതിൻ്റെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അവർ 2-3 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതാണ്. എന്നിട്ട് അത് ഇപ്പോൾ പറയുന്നത് വെറുതെ. കാരണം അത് മാത്രമല്ല, അതിൻ്റെ ഘടനയെ മാറ്റി. അതൊക്കെ ആയിട്ട് എന്ത് ബന്ധമുള്ളത്? വഖഫ് ഭേദഗതി ചെയ്യും എന്ന് പറയുന്നത് ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പല വഖഫ് സ്വത്തുകളും കണ്ണുവെച്ചുള്ള ഒരു നടപടിയാണ് എന്ന് നേരത്തെ പാർലമെൻറ്റിൽ ചർച്ച നടന്നതല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഈ അവകാശം നമ്മൾ ഹനിക്കും എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. നേരത്തെ പല ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബില്ല് പാസ്സാക്കിയാൽ അങ്ങനെ തർക്കം ഉണ്ടായപ്പോഴും ആ ഭൂമി നേരെ സർക്കാരിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. അല്ല, അതിൽ പല കോംപ്ലിക്കേഷൻ ഞങ്ങൾ പറഞ്ഞതാണ്. ഇതിൽ പല കോംപ്ലിക്കേഷനും വരും. പിന്നെയും ഗവൺമെൻറ്റിൻ്റെ റോള് വരും. ഗവൺമെൻറ് മുൻകൈ എടുത്ത് മുൻപം നിവാസികൾക്ക് അവകാശം സ്ഥാപിച്ചു കൊടുക്കണം, അവരെ പ്രശ്നം പരിഹരിക്കണം. വഖഫ് ബില്ല് നിലവിൽ വരുന്ന നിയമമനുസരിച്ച് ഈ സ്ഥലത്തുമായി വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമോ കേസോ ഉണ്ടായി കഴിഞ്ഞാൽ പോലും അത് നേരെ സർക്കാരിലേക്ക് പോകുന്ന ഒരു നിയമം. അതെ, അതുകൊണ്ടാണല്ലോ അതിനെ കോടതി ചോദ്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. അവരിപ്പോൾ ഈ പള്ളികളുടെ സ്വത്തൊക്കെ ഇപ്പോൾ
വഖഫ് ചെയ്തതിൽ ഇനി ഇടപെടാന്നുള്ളത് ഒരു പൻഡോര ബോക്സാണ് തുറക്കണത്. മതേതര കക്ഷികളൊക്കെ എതിർക്കാൻ കാരണം ഇത് തന്നെയാണ്. ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഇതിൽ ഗവൺമെൻറ്റിനുണ്ട്, BJPക്ക് ഉണ്ട്. അപ്പോൾ അത് നടപ്പാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ചോദിച്ച ചോദ്യം അത് തന്നെയാണ്, ഒരു പൻഡോര ബോക്സാണ് തുറക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഏത് വഖഫ് തൊട്ടും ആർക്കും പിന്നെ ഇടപെടാം, അതിലൊക്കെ തർക്കം പറയാം. തർക്കം പറഞ്ഞാൽ വഖഫിനൊരു ദേവസ്വമാണെങ്കിലും വഖഫാണെങ്കിലും മറ്റു മതവിശ്വാസികളുടേതാണെങ്കിലും അതിനൊക്കെ ഒരു സംരക്ഷണത്തിന് ഒരു നിയമം ഈ രാജ്യത്തുണ്ട്. ആ സംരക്ഷണം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എതിർക്കാൻ കാരണം. ഇതിപ്പോ മുത്തലാഖ് ബില്ല് പോലെ, അതുപോലെ തന്നെ പൗരത്വ ബില്ല് പോലെ ആ രീതിയിലൊരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മതേതര കക്ഷികൾ ഇതിനൊക്കെ എതിർക്കുന്നത്. UDFന്റെ ശക്തി എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും ഇവിടെ രണ്ടിലും ഉണ്ടാകുന്ന ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു പ്രയാസം UDFനെ പൊളിറ്റിക്കലായിട്ട് ബാധിക്കില്ലേ? അതിപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു വർഷം മാത്രമാണ് ഇലക്ഷൻ ബാക്കിയുള്ളത്. അപ്പോൾ അത് മുൻനിർത്തി നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുപക്ഷവും BJPയും പരസ്പരം സഹകരിച്ച് നീങ്ങുന്ന തരത്തിലേക്കാണോ പോകുന്നത്? കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ പറ്റിക്കാൻ പറ്റും നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ സാക്ഷരതയുള്ള സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ലാതാണോ വിചാരിക്കുന്നത്? അതുകൊണ്ട് തന്നെ മതേതര നിലപാട് വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ കമ്മ്യൂണൽ പോളറൈസേഷൻ പരിധിയിട്ട് പ്ലാൻ ഇപ്പോൾ സിനിമ ഇറക്കിയിട്ട് കാണുന്നില്ലേ, ആളുകൾ കാണുന്നില്ലേ, വൻ വിജയമല്ലേ? ആരെങ്കിലും ആ സിനിമ ബഹിഷ്കരിച്ചോ? അപ്പോൾ അതിനെതിരായ ക്യാമ്പയിൻ കൊണ്ട് സിനിമ ആരെങ്കിലും ബഹിഷ്കരിച്ചു? എല്ലാവരും കൂടുതൽ കാണുക ചെയ്തത് ആ പ്രത്യേക സിനിമ. കാരണം അത് മതേതര നിലപാടുള്ള കേരളം ഒരിക്കലും അങ്ങനെ അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. കേരളത്തിന് വർഗീയ നിലപാടില്ല. ഏത് സമുദായമായാലും അവരെ വർഗീയവൽക്കരിക്കാൻ കഴിയില്ല. അത് മറ്റു ചില സംസ്ഥാനത്ത് പറ്റുകയും കാര്യം ഇവിടെ കഴിയില്ല. തമിഴ്നാട്ടിൽ കഴിയണില്ലല്ലോ, തമിഴ്നാടിൻ്റെ കൾച്ചർ വേറെയാണ്, അതുകൊണ്ട് കഴിയില്ല. കർണാടക ഒരു സമയത്തേക്ക് പറ്റി. ഇപ്പോൾ കർണാടകയിൽ പിന്നെ അടിയുറച്ച് എല്ലാവരും ഇതിൻ്റെ കൂടെ വന്നില്ലേ? ആന്ധ്രയിലോ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പറ്റിക്കാനൊക്കെ പറ്റും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും എന്ന് കരുതണ്ട, അത് നടക്കില്ല. അതും ഇപ്പോൾ ഇതിൻ്റെ പേരിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കി പൊളിറ്റിക്കലൈസ് ചെയ്യാം എന്ന ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത അത് ജനങ്ങളെ പറ്റിക്കാൻ ഒരു അടവ്, ഒരു മുഖമുണ്ട് പറ്റിക്കാനുള്ള ഒരു അടവ് ഇങ്ങനെ എടുക്കും. ആ അടവിൻ്റെ ഒന്നും ആരും വീഴില്ല. ഈ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുന്നതിലൂടെ ഭൂമി പിടിച്ചടക്കപ്പെടും, ഗൂഢലക്ഷ്യമുണ്ടെന്നതൊക്കെ വ്യക്തമാണ്. എന്നിട്ട് പോലും KCBC ഈ തരത്തിൽ അനുകൂലിക്കണമെന്ന നിലപാടും പിന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരിക്കില്ല, അത് മുൻപ് മാത്രമായിരിക്കില്ല. ഇനിയിപ്പോൾ അതിലധികം പറയണ്ട.